നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഇന്ന് സിനിമാ താരങ്ങൾക്കിടയിലുള്ള കോസ്മെറ്റിക് സർജറികൾ വർദ്ധിച്ചു വരികയാണ്. മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനായി മിക്കവരും ഇത്തരം സൗന്ദര്യവർദ്ധക സർജറികൾ ചെയ്യാറുണ്ട്. നേരത്തെ ബോളിവുഡിലായിരുന്നു കോസ്മെറ്റിക് സർജറികൾ കൂടുതലെങ്കിൽ ഇന്ന് നമ്മുടെ മോളിവുഡിലും ഈ ട്രെൻഡുണ്ട്. തെന്നിന്ത്യയിൽ കോസ്മെറ്റിക് സർജറികളിലൂടെ മുഖത്ത് വലിയ മാറ്റം വരുത്തിയ നടി നയൻതാരയാണ്. ആദ്യ സിനിമ മനസ്സിനക്കരയിലെ നയൻതാരയും ഇന്നത്തെ നയൻതാരയുടെ മുഖവും തമ്മിലുള്ള വ്യത്യാസം ഏവരെയും അമ്പരപ്പിക്കും. നടിമാരെ പോലെ നടന്മാരും കോസ്മെറ്റിക് സർജറികളിൽ പിന്നിലല്ല. മലയാളത്തിൽ ദുൽഖർ സൽമാന് വന്ന മാറ്റമാണ് ഏവരും ചൂണ്ടിക്കാട്ടാറുള്ളത്. ദുൽഖറിന്റെ മുഖത്ത് അടിമുടി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരാരും സർജറി ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കാറില്ല. തെന്നിന്ത്യൻ താരങ്ങളിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞത് നടി ശ്രുതി ഹാസനാണ്. അന്ന് നടിയുടെ വാക്കുകൾ വൈറലായിരുന്നു. സോഷ്യൽ മീഡിയ സജീവമായ കാലത്ത് താരങ്ങളുടെ കോസ്മെറ്റിക് സർജറികൾ മുമ്പത്തേക്കാളധികം ചർച്ചയാകാറുണ്ടായിരുന്നു. നടി മഹിമ, സംയുക്ത, ഹണി റോസ്, അനുശ്രീ, മഞ്ജു വാര്യർ എന്നിവരെല്ലാം സർജറി ചെയ്തിട്ടുള്ളവരാണെന്നാണ് ചിലർ പറയുന്നത്. അതുപോലെ നടന്മാരിൽ ദുൽഖർ സൽമാൻ, ഷാഹിദ് കപൂർ, അല്ലു അർജുൻ, രാംചരൺ തുടങ്ങിയ നടന്മാരെല്ലാം സർജറികളിലൂടെ മുഖത്ത് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് വാദമുണ്ട്. ഇവരുടെ പഴയ ഫോട്ടോകളും പുതിയ ഫോട്ടോകളും തമ്മിൽ വലിയ അന്തരം കാണാം. ഇപ്പോഴത്തെ സിനിമാ താരങ്ങൾക്കും മോഡലുകൾക്കും ഇടയിലെ കോസ്മെറ്റിക് സർജറികളെ കുറിച്ച് സംസാരിക്കുകയാണ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ചാരുമതി. ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ. പ്ലാസ്റ്റിക് സർജറിക്കായി വരുന്നവർ അവർക്ക് വേണ്ട മാറ്റങ്ങൾ അവർ തന്നെ പറയും. ചുണ്ടിന് ഫില്ലർ കൊടുത്താൽ നന്നാകുമെന്ന് ഞങ്ങൾക്ക് തോന്നാം, എന്നാൽ അവർ നിർദ്ദേശിച്ചാലേ നമ്മൾ ചെയ്യൂ. മുഖത്തിന്റെ ഗോൾഡൻ റേഷ്യോ എന്നുണ്ട്. മുഖത്തിന്റെ ആകൃതി കൃത്യമായി അളവിലായിരിക്കും. ഇപ്പോൾ ഫോക്സ് ഐ എന്നൊരു ട്രെൻഡുണ്ട്. വെസ്റ്റേൺ മോഡൽസിനെ നോക്കിയാൽ ഈ ട്രെൻഡ് കാണാം. ഇപ്പോൾ സർജറിക്കലായി ഇത് ചെയ്യുന്നുണ്ട്. ട്രെൻഡ് കുറച്ചുനാൾ കഴിഞ്ഞു പോകും, എന്നാൽ സർജറിയുടെ എഫക്റ്റ് പോകില്ല. ട്രെൻഡിനനുസരിച്ച് സർജറി ചെയ്യരുതെന്ന് ഡോക്ടർ ചൂണ്ടിക്കാട്ടി. റെയിനോപ്ലാസ്റ്റിയാണ് താരങ്ങൾ ചെയ്യുന്ന സർജറി എന്ന് ഡോക്ടർ പറയുന്നു. മൂക്കിന് ചെയ്യുന്ന സർജറിയാണ്. മുഖത്ത് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സർജറിയുണ്ട്. ചെവികളുടെ ആകൃതി മാറ്റാൻ പോലും സർജറി ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നു. കവിളിലെ ഫാറ്റ് എടുത്ത് കളയുന്നതാണ് ബക്കൽ ഫാറ്റ് റിമൂവൽ. ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. പ്രായമാകുമ്പോൾ ഇതെങ്ങനെയാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ സർജറിയിലൂടെ ഫാറ്റ് പോക്കറ്റിലെ ഫാറ്റ് നീക്കം ചെയ്താൽ തിരിച്ച് ഈ കൊഴുപ്പ് അവിടെ വെക്കാൻ പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. മുഖം ചുരുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ട്രെൻഡിന് വേണ്ടി എന്തെങ്കിലും സർജറി ചെയ്താൽ ട്രെൻഡ് പിന്നീട് പോകും, എന്നാൽ മുഖം അപ്പാടെ മാറും. പ്രായമാകുമ്പോൾ ഈ വരുത്തിയ മാറ്റം മുഖത്ത് എങ്ങനെയാണ് കാണുകയെന്ന് പറയാൻ പറ്റില്ലെന്നും ഡോക്ടർ പറയുന്നു. ഡോക്ടറുടെ വാക്കുകൾ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായി വന്നിരിക്കുന്നത്. നയൻതാര, ആലിയ ഭട്ട് തുടങ്ങിയ നടിമാർ ബക്കറ്റ് ഫാറ്റ് റിമൂവൽ ചെയ്തിട്ടുണ്ടാകാമെന്ന് നേരത്തെ ഫോട്ടോകൾ ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയ അഭിപ്രായം വന്നിരുന്നു. സർജറി ചെയ്തവർ സൂക്ഷിച്ചോ, പണി വരുന്നുണ്ട്. ജന്മനായുള്ള സൗന്ദര്യം അവസാനം വരെ കാണും. കൃത്രിമമായി വരുത്തിച്ചാൽ ഒരു കാലത്ത് വെളുക്കാൻ തേച്ചത് പാണ്ടുപോലെയാകുമെന്നും കമന്റുകൾ വരുന്നുണ്ട്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.